പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ പ്രവൃത്തി ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക എന്നുള്ളതായിരുന്നു. എന്നാൽ ആ പ്രവൃത്തിയെ അഴിക്കുവാൻ ദൈവപുത്രൻ വന്നപ്പോൾ യേശു കർത്താവ് തൻ്റെ ക്രൂശ് മരണത്തിലൂടെ പിതാവിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ പിതാവിനോട് അടുപ്പിച്ചു. പിശാചിൻ്റെ പ്രവൃത്തി പിതാവ് കൊടുത്ത കൽപ്പനയോട് അനുസരണക്കേട് കാണിച്ച് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയായിരുന്നെങ്കിൽ, ദൈവപുത്രനായ യേശുവിൻ്റെ പ്രവൃത്തി പിതാവ് നൽകിയ വചനത്തെ അനുസരിച്ചുകൊണ്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ച് അകന്നുപോയ മനുഷ്യനെ അടുപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇനി പിശാചിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുമോ? ഇല്ല. എന്തുകൊണ്ട്? യേശു കർത്താവിൻ്റെ അനുസരണ നിമിത്തം നിങ്ങൾക്ക് പാപമോചനവും നിത്യജീവനും ലഭിച്ചിരിക്കുന്നത് കൊണ്ട്, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നിങ്ങൾക്ക് സമാധാനം നൽകിയിരിക്കയാൽ ആ സമാധാനം നിങ്ങളുടെ വീട്ടിൽ വാഴുന്നതുകൊണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ പിശാചിൻ്റെ പ്രവൃത്തികൾ നടക്കുകയില്ല. ക്ഷമിക്കുന്ന വചനം, സ്നേഹിക്കുന്ന വചനം നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തെ അവൻ വഹിച്ചിരിക്കുകയാണ്. എല്ലാ ശാപവും നീങ്ങിയിരിക്കുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ ലോകത്തിലെ മനുഷ്യർക്കാർക്കും തരാൻ കഴിയാത്തൊരു സമാധാനമാണിത്. ഈ സമാധാനം നമുക്ക് ലഭിച്ചത് രക്തം ചിന്തിയപ്പോഴാണ്. ഇനി പിശാചിൻ്റെ പ്രവൃത്തിയൊന്നും നടക്കത്തില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് മാന്യത കൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാണ്. നിങ്ങളുടെ വീട്ടിൽ പിശാചിൻ്റെ പ്രവൃത്തികൾ നടക്കുകയില്ല. നിങ്ങൾ കുടുംബമായി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതുകൊണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ പിശാചിൻ്റെ പ്രവൃത്തികൾ നടക്കുകയില്ല. യേശു നിങ്ങളുടെ രാജാവാണ്. യേശു നിങ്ങളുടെ കർത്താവാണ്. നിങ്ങളിൽ വാഴുന്ന ദൈവമാണ്. നിങ്ങളുടെ തലമുറയിൽ വാഴുന്ന ദൈവമാണ്. വിശ്വസിക്കുക. യേശുവാണ് നിങ്ങളെ വാഴുന്നത്. വിശ്വസിക്കുക. പിശാചിൻ്റെ പ്രവൃത്തികളൊന്നും നിങ്ങളുടെ വീട്ടിൽ ഇനി ജയിക്കുകയില്ല. വചനത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.